എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങയുടെ സ്വാഗതം. യൂട്യൂബറും അതുപോലെ തന്നെ സിനിമാ നടിയുമായിട്ടുള്ള അഹാന കൃഷ്ണ കുറച്ചു മുമ്പ് അഹാനയുടെ ഇൻസ്റ്റഗ്രാമിൽ 2-3 സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി അഹാനയുടെ അമ്മ യൂട്യൂബർ തന്നെ ആയിട്ടുള്ള സിന്ധു കൃഷ്ണ, യൂട്യൂബർ എന്നൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ഒരു യൂട്യൂബർ ഫാമിലി, ദിയ കൃഷ്ണ, മറ്റേ രണ്ടാമത്തെ മകൾ ഒക്കെ അറിയാലോ, ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ എന്തായാലും ഈ കുടുംബത്തിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ്, നമ്മുടെ സിന്ധുകൃഷ്ണ ചേച്ചിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. അത് ഒരു സ്കാം ആയിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അഹാന കുറച്ച് കാര്യങ്ങൾ, മെയിൻലി കുറച്ച് സ്റ്റോറികൾ, അതായത് ഈ സിന്ധുകൃഷ്ണയ്ക്ക് വന്ന ഈ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് അഹാന ആദ്യമേ ഒരു നീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഈ നീന പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ കേൾക്കണം. അത് എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സ്, അല്ലെങ്കിൽ 30 പറയാൻ പറ്റത്തില്ല, നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ നീന അവരുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മുടെ അഹാന കൃഷ്ണ ഷെയർ ചെയ്തിരിക്കുന്ന കുറച്ച് പോസ്റ്ററുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും ഈ വീഡിയോ ഒന്ന് കണ്ടേ നിങ്ങൾ. ഹായ്, ഇതൊരു എമർജൻസി ഫ്രോഡ് അലേർട്ട് ആണ് കേട്ടോ. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരിലേക്കും, പ്രത്യേകിച്ച് പ്രായമായവരിലേക്ക് എത്തിക്കുക. വാട്സാപ്പ് വഴിയാണ് ഈ ലേറ്റസ്റ്റ് ഫ്രോഡ്. അത് സൈബർ സെല്ല് നമുക്ക് വ്യാപകമായിട്ട് അതിനുള്ള അലേർട്ട് തരുന്നുണ്ട്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ, അച്ഛന്റെയോ അമ്മയുടെയോ എന്റെ സ്വന്തം സിസ്റ്ററിന്റെയോ ഒക്കെ ഫോണിൽ നിന്നായിരിക്കും വാട്സാപ്പിലൂടെ എനിക്ക് ഈ മെസ്സേജ് വരുന്നത്. നിനക്ക് ഒരു OTP ഞാൻ അയച്ചിട്ടുണ്ട്, പെട്ടെന്ന് അയച്ചു തരൂ എന്ന് പറയും. നമ്മളൊന്നും നോക്കാതെ ആ OTP അങ്ങോട്ട് കോപ്പി ചെയ്ത് ചേച്ചിയുടെ ഫോണിൽ നിന്നല്ലേ, ചേച്ചിയുടെ വാട്സാപ്പിൽ നിന്നല്ലേ വന്നേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അയച്ചു കൊടുക്കും. പക്ഷെ ആളുടെ, ചേച്ചിയുടെ ഫോൺ ആദ്യം ഹാക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനി നമ്മൾ ആ OTP അയച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോൺ അതോടെ ഹാക്ക് ആവുന്നു. നമ്മളുടെ അക്കൗണ്ട് നമ്പർ അടക്കം, നമ്മുടെ കോൺടാക്ട്സ് അടക്കം സകലതും ഹാക്കറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. നമ്മളിനി ആർക്കെങ്കിലും എന്റെ ഫോൺ ഹാക്കായി എന്ന് മെസ്സേജ് അയച്ചാൽ അതുപോലും ഹാക്കറിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. കോടികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൈബർ സെല്ല് പ്രത്യേകിച്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടുതലുള്ള എല്ലാ പ്രായമായവരെയും ആദ്യം ഇതൊന്ന് അറിയിക്കണം കേട്ടോ. സ്റ്റേ സൈബർ സേഫ് മൈ ഡിയർ. അപ്പോ ഈ നീന പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. കൂടുതലും പ്രായമായവരെ നമ്മൾ ഈ ഒരു വിഷയം അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായമായവര് മാത്രമല്ല, നമ്മുടെ ഇന്ന് എനിക്ക് തോന്നുന്നു ഫോൺ ഇല്ലാത്തതായിട്ട് ആരുമില്ല, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാത്തതായിട്ട്. സോ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രായമായവരെ അവർ പ്രത്യേകം എടുത്ത് നോട്ട് ചെയ്ത് പറയാനുള്ള ഒരു കാരണം, പ്രായമായവരാണ് കൂടുതലും ഇങ്ങനെയുള്ള ലിങ്കുകളൊക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കണ്ട ഉടനെ അതിന് റിപ്ലൈ ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ഈ ഒരു വിഷയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ എന്തെങ്കിലും കോഡൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് തിരിച്ചൊന്ന് ഫോർവേഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ ലിങ്കുകൾ, ചുമ്മാ ആവശ്യമില്ലാത്ത കുറെ ലിങ്കുകൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് വരും. അതിലൊന്നും നിങ്ങൾ ആരും ക്ലിക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ അക്കൗണ്ട് വരെ ഇവന്മാർ അടിച്ചുകൊണ്ട് പോകും. അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, വാട്സപ്പ്, അത് മാത്രമല്ല നമ്മുടെ ബാങ്ക് ഒക്കെ നമ്മൾ ലിങ്ക്ഡ് ആണല്ലോ. ഇപ്പൊ നമ്മുടെ ഫോണിലെല്ലാം ഈ ഗൂഗിൾ പേ പരിപാടിയൊക്കെ, അതുവരെ ചിലപ്പോൾ ഇവർക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അലേർട്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, നേരത്തെ തൊട്ടേ ഉള്ളതാണ് ഇതുപോലുള്ള സ്കാമുകളൊക്കെ. ഓൺലൈൻ ഗൂഗിൾ എന്നല്ല, നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇത്ര സുലഭമായപ്പോഴത്തേക്ക് ഒരുപാട് സ്കാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് വിജിലന്റ് ആയിട്ടിരിക്കുക. ഇനി അഹാന ഷെയർ ചെയ്തിരിക്കുന്നത്, അതായത് അഹാനയുടെ അമ്മയായിട്ടുള്ള സിന്ധുകൃഷ്ണ ചേച്ചിയെ പറ്റിച്ച ആ ഒരു പരിപാടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. സോറി ഐ ആക്സിഡന്റലി സെന്റ് യു എ 6-digit കോഡ് വയ വാട്സ്ആപ്പ്, ക്യാൻ യു ഫോർവേഡ് ഇറ്റ് ടു മീ, ഇറ്റ്സ് അർജന്റ്. ഉടനെ സിന്ധുകൃഷ്ണ ഐ ഡിഡ്ന്റ് ഗെറ്റ് യു എന്ന് പറഞ്ഞു. ചെക്ക് യുവർ വാട്സ്ആപ്പ് സ്ക്രീൻ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഹീറ്റ് വാട്സ്ആപ്പ് സ്ക്രീൻ, വാട്ട് ആർ യു ട്രൈയിങ് ടു കൺവേ എന്ന് പറഞ്ഞു. അതിന് ഈ ഒരു വാട്സ്ആപ്പിന്റെ ഒരു ചാറ്റ് വെച്ചുകൊണ്ട് തന്നെ അതിന്റെ അടിയിൽ നമ്മുടെ അഹാന ഒരു ചെറിയ റൈറ്റിംഗും കൂടെ ഇട്ടിട്ടുണ്ട്. ദിസ് ഇസ് എ മെസ്സേജ് മൈ മം ഗോട്ട് ഓൺ വാട്സ്ആപ്പ് ദിസ് മോർണിംഗ് ഫ്രം സംവൺ ഓൺ ഹെർ കോൺടാക്ട് ലിസ്റ്റ് whose WhatsApp would have gotten hacked previously. ഓക്കെ, സോ ഇവർക്ക് അറിയാവുന്ന വ്യക്തിയുടെ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ വീണ്ടും ഈ 6-digit കോഡ്, സെൻഡ് മീ കോഡ് നൗ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അവർ വൈ ഷുഡ് ഐ റെസ്പോണ്ട് ടു ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ റിസീവ്ഡ് എന്ന് ചോദിച്ചു, ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ ഐ കാണ്ട്, വൈ ഷുഡ് ഐ, ഇറ്റ്സ് എ സ്കാം, ഐ എം ബ്ലോക്കിംഗ് യു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അവർ തിരിച്ചയച്ചു. സിൻസ് ഷീ വാസ് സ്മാർട്ട്, ദിസ് ഈസ് വാട്ട് ഷീ റിപ്ലൈഡ് ലോൾ. So if someone messages you on WhatsApp asking for your 6-digit PIN, ask them to go to hell. സത്യമാണ്, നമുക്ക് അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ നമ്പറിൽ നിന്നായിരിക്കും ചിലപ്പോൾ അവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്നായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. സോ ഒരു രീതിയിലും ഇങ്ങനെയുള്ള കോഡുകളോ ലിങ്കുകളോ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർ പോലും അയച്ചു തന്നാൽ മാക്സിമം അത്
എന്താ ക്ലിക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഡും കാര്യങ്ങളും ലിങ്ക് ആയിരിക്കും കൂടുതലും. ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും ലിങ്കുകളാണ് അയച്ചു വരുന്നത്. എന്നിട്ട് ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മെസ്സേജ് അയക്കും. നമുക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കും. നമ്മൾ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ നോക്കുമ്പോഴത്തേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ഫുള്ള് നമ്മുടെ എന്താ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അവരങ്ങ് കൊണ്ടുപോകും. ലാസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ പോയി നോക്കുമ്പോൾ ചിലപ്പോൾ ക്യാഷ് കാണത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പം നമ്മുടെ അഹാനയുടെ അമ്മ സിന്ധു ചേച്ചി ഇങ്ങനെ ഒരു മെസ്സേജ് ലൈക്ക് ലാസ്റ്റ് ഇറ്റ്സ് എ സ്കാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് തന്നെ പറഞ്ഞിരിക്കുന്നു, യെസ്, അവര് തന്നെ സമ്മതിച്ചു ഇത് സ്കാം ആണെന്ന്. അപ്പൊ എന്തായാലും അഹാന ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് പേഴ്സൺസ് ഫൈനലി റിപ്ലൈ ഈസ് അൾട്ടിമേറ്റ് ജോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇത് ഒരു ടൈപ്പ് ഓഫ് പറ്റീര് അവർക്ക് മനസ്സിലായി, ഇവരെങ്ങനെ കോഡൊന്നും അയച്ചു തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പം തമാശ രീതി തന്നെ അത് ഇത് സ്കാം ആണെന്ന് അവർ തന്നെ അങ്ങ് തുറന്നു പറഞ്ഞു, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ എന്താണെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് അലേർട്ട് ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പം ഈ ആർജെ നീന പറഞ്ഞ കണക്ക് തന്നെ പ്രായമായവരും ഒന്നും പ്രത്യേകിച്ച് സൂക്ഷിച്ചിരിക്കണം. പ്രായമായവർ മാത്രമല്ലടൂ, നമുക്കൊക്കെ വന്നാലും ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ആളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നു, എടാ ഈ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയും, എടാ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരനല്ലേ, നമ്മൾ കയറി ക്ലിക്ക് ചെയ്യും. സോ അങ്ങനെയുള്ള പരിപാടികൾ ആരും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ ഇന്ന് ഫോണും കാണും, വാട്സപ്പും കാണും. സോ അവരെയൊക്കെ നിങ്ങൾ ഈ കാര്യം ഒന്ന് അറിയിക്കുക. സ്കാം, നല്ല ഒന്നാന്തരം സ്കാം ഇവിടെ നടക്കുന്നുണ്ട് ഓൺലൈനിൽ. സോ ഈ തട്ടിപ്പിൽ ആരും പോയി വീഴാതിരിക്കട്ടെ. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഇത്തിരി ലേറ്റ് ആയാൽ പോലും ഈ വീഡിയോ ഞാൻ രാത്രി തന്നെ ഇടുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഈ ഒരു വീഡിയോ, ഇപ്പം നിങ്ങൾ ഒരുപാട് പേരൊന്നും ചിലപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ വാട്സപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒന്നും ക്ലിക്ക് ചെയ്ത് നമ്മൾ പൊതുവെ എല്ലാവരും പറയുമെങ്കിലും കുറെ പേര് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ വരുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്യാനും ലിങ്ക് ഒക്കെ ക്ലിക്ക് ചെയ്യാനും പോവും. അവരെയൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക.